അതെ, ഇന്ന് രാവിലത്തെ കാപ്പി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാമേ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8-8:30 ആയി കേട്ടോ ഞാൻ എണീറ്റപ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ ഇന്ന് ആർക്കും പോകണ്ടാത്തതുകൊണ്ട് എല്ലാം ഒന്ന് ലേറ്റായിരിക്കും. ഊണും കാപ്പിയും ഒക്കെ ലേറ്റാവും കേട്ടോ. രാവിലെ തന്നെ പൂരിക്ക് കുഴച്ച് വെച്ചു, തേയില ഇട്ട് വെച്ചു, പിന്നെ മുട്ട അവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ടക്കറിക്ക്. പിന്നെ എന്താ ചെയ്തത്, വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇതിനിടയ്ക്ക് ചേട്ടൻ പോയി പോർക്കും വാങ്ങിക്കൊണ്ടുവന്നു. അതിന് നേരെ ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. വൈകുന്നേരം എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് മീൻ ഇരിപ്പുണ്ടേ. ഇപ്പം ഞാൻ പോർക്ക് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് ആ മീൻ അങ്ങനെ തന്നെ ഇരുന്ന് പോകും, എടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കരയാനുള്ള ആയുധങ്ങളൊക്കെ എടുത്ത്, വേറെ ഒന്നുമില്ല, സവാള എടുത്ത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞിട്ട് നേരെ കുക്കറിലാക്കി കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി അതിനെ നേരെ സ്റ്റൗവിലേക്ക് വെച്ചു. സ്റ്റൗവിൽ ഞാനിപ്പോൾ ഞാൻ പണ്ടോട്ടേ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മാക്സിമം തീയൊക്കെ കുറച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഗ്യാസിൻ്റെ പ്രശ്നം പറഞ്ഞതിന് മുമ്പേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് വെക്കുക, പിന്നെ അടച്ച് വെച്ച് വേവിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 2-2.5 മാസമൊക്കെ മിക്കവാറും പോകും കേട്ടോ ഒരു കുറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഞാൻ എല്ലാം ഗ്യാസ് തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ കുക്കറിലെല്ലാം വിസിലൊക്കെ വന്നിട്ട് ഉള്ളിയെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനൊന്ന് കടുക് വറുത്തെടുത്തു. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് അതിനെ നല്ലോണം ഗ്രേവിയാക്കി എടുത്തു. എന്നിട്ട് എനിക്കും ചേട്ടനുമുള്ള മുട്ട മാത്രമേ ഞാൻ ഗ്രേവിക്കകത്തോട്ട് ഇട്ടുള്ളൂ. അവർക്ക് രണ്ടുപേർക്കും മുട്ടയെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക്, ഗ്രേവിക്കകത്ത് ഇടുമ്പോഴത്തേക്ക് അവർ വെള്ളം മാത്രം കഴിച്ചിട്ട് മഞ്ഞ അങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ട ഇങ്ങനെ അവിച്ച് മാറ്റി അവർക്ക് രണ്ടുപേർക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഈ മുട്ട രണ്ടായിട്ട് കീറി അതിനകത്ത് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടങ്ങ് കൊടുക്കും. അപ്പം മഞ്ഞയും വെള്ളയും അങ്ങ് കഴിച്ചോളും കേട്ടോ. അല്ലെങ്കിൽ ഈ മഞ്ഞ മാത്രം ഇങ്ങനെ മാറ്റി വെച്ചേക്കും. പിന്നെ പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആയുധങ്ങളൊക്കെ എടുത്തു. ഞാൻ മറ്റേ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ അതെടുത്തു. പിന്നെ ഞാൻ മറിച്ചിടുന്നത് നമ്മുടെ പപ്പടക്കമ്പിയില്ലേ, അതുപയോഗിച്ചാൽ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇടുന്നത്. അങ്ങനെ ആ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി. ചെറുതായിട്ടൊന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിനങ്ങ് പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക. പെട്ടെന്ന് പണി കഴിയും കേട്ടോ. എനിക്ക് പൂരി ഉണ്ടാക്കൽ ഇത്തിരി എളുപ്പമുള്ള പണിയാണ്. ചപ്പാത്തിയേക്കാൾ എനിക്ക് എളുപ്പം പൂരി ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത്, നമ്മളെ നാട്ടിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമായിരിക്കും. ആരെങ്കിലുമൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. അത് നമ്മൾ പുറത്ത് താമസിച്ചാൽ മാത്രമേ അത് മനസ്സിലാവും. നമ്മളെല്ലാവരുമായിട്ട് കൂട്ടമായിട്ട് നാട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് നമുക്കത് തോന്നില്ല. പക്ഷേ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്ക് നമ്മളെ അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സന്തോഷം.